നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്, ശബ്ദം തീരെ ഇല്ല. എന്നാലും മാക്സിമം ഇന്ന് വീഡിയോ കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്ത്യൻ ഓഹരികൾ സമ്മർദ്ദത്തിൽ തുടരുന്നു. ഇൻട്രാഡേയിൽ ഒരു കനത്ത തിരിച്ചുവരവിനൊക്കെ നിഫ്റ്റി ശ്രമിച്ചെങ്കിലും നിഫ്റ്റി 88 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. സെൻസെക്സ് ആവട്ടെ 148 പോയിന്റ്സ് ഇടിഞ്ഞു. ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നിവയിലെല്ലാം കനത്ത ഇടിവ് തന്നെയായിരുന്നു ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ന് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം നേരിട്ട സെക്ടറുകളും സ്റ്റോക്കുകളും നോക്കാം. ആദ്യത്തെ ബിർള ഗ്രൂപ്പ് കനത്ത സമ്മർദ്ദത്തിലായിരുന്നു ഇന്ന് ട്രേഡിംഗ് നടത്തിയത്. ഗ്രാസിം ഇൻഡസ്ട്രീസ്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് തുടങ്ങിയവ കനത്ത നഷ്ടത്തിലാണ് നിഫ്റ്റിയിൽ ക്ലോസ് ചെയ്യുന്നത്. ഇനി മറ്റ് സ്റ്റോക്കുകൾ നോക്കാം. ഒന്ന് പവർ ഗ്രിഡ് ആണ്. സമീപ മാസങ്ങളിലെ ശക്തമായിട്ടുള്ള റാലിക്ക് ശേഷം നിക്ഷേപകർ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് പോയതുകൊണ്ട് തന്നെ പവർ ഗ്രിഡ് ഏകദേശം 3% നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ പവർ യൂട്ടിലിറ്റി സെഗ്മെന്റിലുള്ള കമ്പനികൾ നഷ്ടം നേരിട്ടു. NTPC, ടാറ്റ പവർ തുടങ്ങിയ കമ്പനികളും സമ്മർദ്ദത്തിൽ തന്നെയായിരുന്നു. ഇനി ക്വാർട്ടർലി റിസൾട്ടുകളുടെ ഒരു അപ്ഡേറ്റ് കൂടി നമുക്ക് കാണാമായിരുന്നു. രണ്ടാം പാദത്തിലെ ഫലങ്ങളും മാനേജ്മെന്റ് വ്യാഖ്യാനങ്ങളും നിരവധി ഓഹരികൾ കുത്തനെ ഇടിയാൻ കാരണമായി. റെസിഡൻഷ്യൽ ഡിമാൻഡിലെ മാന്ദ്യവും ഉയർന്ന മത്സരവും ചൂണ്ടിക്കാട്ടി കമ്പനി വരുമാനം മാർജിൻ മാർഗനിർദ്ദേശവും കുറച്ചതിനെ തുടർന്ന് ബ്ലൂ സ്റ്റാർ ഏകദേശം 6% ഇടിഞ്ഞത്. ഈ ശ്രേണിയിലുള്ള മറ്റു കമ്പനികളായ ഹാവൽസ്, വോൾട്ടാസ് തുടങ്ങിയ സഹകമ്പനികളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. 3 മുതൽ 5% വരെ ഇടിഞ്ഞു. ഡൽഹി വെറി, ABFRL, ബ്ലൂ സ്റ്റാർ, NCC എന്നിവയെല്ലാം പ്രതീക്ഷിച്ചതിലും ദുർബലമായ ഫലങ്ങളും മാനേജ്മെന്റ് വീക്ഷണങ്ങളും കാരണം 5 മുതൽ 8% വരെയാണ് ഇടിവ് രേഖപ്പെടുത്തിയത്. കൂടാതെ ഒരു മ്യൂട്ടഡ് Q2 ഫലങ്ങളെ തുടർന്ന് ഓല ഇലക്ട്രിക് ഏകദേശം 5% ഇടിഞ്ഞത്. ഇനി പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ആരോഗ്യപരമായ Q2 റിസൾട്ടുകൾക്ക് ശേഷം പേടിഎം ഏകദേശം 4% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. കൂടാതെ ആസ്ട്രൽ, നുവാമ, ബ്രിട്ടാനിയ തുടങ്ങിയ കമ്പനികളും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പ്രത്യേകം പരാമർശിച്ച റാഡിംഗ്ടൺ എന്ന സ്റ്റോക്ക് Q2 റിസൾട്ടുകൾക്ക് ശേഷം 15% കുതിച്ചുയർന്നു. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ പറഞ്ഞത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 1299 രൂപയ്ക്ക് 55% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒത്തിരിയേറെ സ്റ്റോക്കുകളാണ് എല്ലാ ദിവസവും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. ആർക്കെങ്കിലും അത്തരത്തിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഈ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. വിപണി ഇപ്പോൾ വളരെ വീക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നല്ല ബ്രേക്ക് ഔട്ട് വന്നിട്ടുള്ള 1-2 സ്റ്റോക്കുകൾ മാത്രമാണ് പറയുന്നത്. ആദ്യം SBI എന്ന സ്റ്റോക്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റോക്കിൽ നമുക്കൊരു റൗണ്ടിങ് ബോട്ടം പാറ്റേൺ ബ്രേക്ക് ഔട്ട് ലഭിച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി സ്റ്റോക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്റ്റോക്കിൽ നമുക്ക് ചെറിയ റിവേഴ്സലൊക്കെ വരുന്ന സമയത്ത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് 935 എത്തുകയാണെങ്കിൽ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ഒരു ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 1012 സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 910. ഇനി ഇന്ന് നല്ല നേട്ടമുണ്ടാക്കിയ മറ്റൊരു സ്റ്റോക്കായിരുന്നു ഫ്ലെയർ റൈറ്റിംഗ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാറുള്ളത് കൂടുതലും പാറ്റേണിലൊക്കെ വന്നിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും. അത്തരത്തിൽ നല്ല ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഫ്ലെയർ എന്ന കമ്പനി. ക്വാർട്ടർലി റിസൾട്ടുകൾക്ക് ശേഷം നല്ല രീതിയിലുള്ള വോളിയം ഇപ്പോൾ കയറി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 337 മുകളിലൊക്കെ ആയിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വീക്ക്ലി ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ സ്റ്റോക്ക് പോകാനുള്ള സാധ്യതയുള്ളതായി കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഫസ്റ്റ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 352, സെക്കൻഡ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 366, തേർഡ് ടാർഗറ്റ് 396 വരെയൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 316. ഇനി നമ്മളിവിടെ സ്റ്റോക്കുകളെ കുറിച്ചൊന്നും പറയുന്നത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. നിങ്ങൾക്ക് കൂടുതൽ ഈ ചാർട്ട് പാറ്റേണുകളെക്കുറിച്ചും ഇത്തരത്തിലുള്ള ചാർട്ട് ക്യാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ചും ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകളെക്കുറിച്ചും ഒക്കെ നിങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് നമ്മൾ ഈ സ്റ്റഡീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പൂർണ്ണമായും നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. എൻട്രിയും എക്സിറ്റ് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പേർട്ട് ഒപ്പീനിയന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ഏവർക്കും നന്ദി.